ചിങ്ങൻ രാശി എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രം ആദ്യ ഭാഗം. ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് കണ്ടശനി മാറുന്നു, ശനി അഷ്ടമത്തിലേക്കായി മാറുന്നു. കണ്ടശനി മാറി അഷ്ടമത്തിലെ ശനി ആകുന്നു എന്ന് പറയുന്നത് വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അഭീഷ്ടസ്ഥാനത്തേക്ക് വ്യാഴം വന്നു എന്ന് പറയുന്നത് ഇവർക്ക് ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങി ഗുണം ചെയ്യുന്നതാണ്. ആദ്യത്തെ ഒരു മാസം വിഷുവിൻ്റെ സമയത്ത് നോക്കുമ്പോൾ വ്യാഴം കർമ്മസ്ഥാനത്താണ്. പക്ഷെ അത് 11ലേക്ക് മാറാൻ വെമ്പി നിൽക്കുകയാണ്, 11ലേക്ക് വരുന്നു. അതുകൊണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കുന്ന സമയമാണ്. എന്നാൽ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിനൊക്കെ തടസ്സങ്ങൾ ഒരുപാടുണ്ടാകും. ഈ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് പറയുന്നതാണ് അതിൽ പ്രധാനം. തടസ്സങ്ങൾ വന്നിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഒരാൾക്ക് തലവേദന മാറാൻ യോഗമുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തലവേദന ആദ്യം വരും എന്നിട്ട് മാറും എന്നാണല്ലോ. അതേപോലെ ഇവർക്ക് തടസ്സങ്ങൾ ആദ്യം വരും എന്നിട്ട് തടസ്സങ്ങൾ മാറും. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ കാര്യം എളുപ്പം സാധിക്കുന്ന പോലെ ഉള്ളൊരവസ്ഥ. അതായിരിക്കും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച്. ഇവർക്ക് ഗണപതിയെയും മൂകാംബികാദേവിയെയും ഒക്കെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും. ഗണപതിക്ക് അപ്പം നിവേദ്യം ഏറ്റവും പ്രധാനമാണ്, അത് കഴിക്കുന്നത് സഹായകമാണ്. അതേപോലെ തന്നെ മൂകാംബികാദേവിയുടെ മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ ഇതൊക്കെ സ്തുതിക്കുന്നത് വളരെ നന്നായിരിക്കും.